ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക, അതുപോലെ തന്നെ ലൈക്കും സബ്ബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ ഇതാട്ടോ നമ്മൾ രാവിലെ നീച്ചൊരു ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ പുറമൊക്കെ കാണാൻ നല്ല രസമാട്ടോ, നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി ഇങ്ങനെ പുറത്തത്തെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് നേരമൊന്നും നമ്മൾ നിൽക്കില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുക്കളയിൽ കുറേ പണികളുള്ളതല്ലേ. അങ്ങനെ ഇതാ പുറത്തുനിന്ന് വന്നിട്ട് പിന്നെ കുറച്ചുകൂടി ചായ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചൂടൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ചൂടാറിയാലും നമുക്ക് ചായയല്ലേ, ഇനിയിപ്പോൾ ചൂടാക്കാനൊന്നുമില്ല, ഞാനുള്ള ചായയൊക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് കുടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചായക്ക് കടി ഉണ്ടാക്കണം കേട്ടോ. കടി ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇന്ന് നമ്മളെ കാക്കുത രാവിലെ തന്നെ നല്ല അടിപൊളി മീൻ കൊടുന്നിക്കണം കേട്ടോ. അപ്പോൾ എന്ത് മീനാണെന്ന് ഞാനിപ്പോഴാണ് കവർ കുട്ടിയപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അത് നല്ല അടിപൊളി അയിലുണ്ട്, പിന്നെ 2 മത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ മത്തി നല്ല സൂപ്പർ മത്തിയാണ് കേട്ടോ. അപ്പോൾ അത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് 2 വാങ്ങിയതാട്ടോ, എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ അയിലയും കൊണ്ടുവന്നിക്കണം. അപ്പോൾ എന്തായാലും നമുക്കിനി മീൻ നന്നാക്കണം. അതുപോലെ ഇതാ പച്ചരി വെള്ളത്തിലിട്ടിക്കണം. ഇത് നമുക്ക് അപ്പം ചുടാനാണ് കേട്ടോ, കലക്കി പറഞ്ഞ അപ്പം. അപ്പോൾ അതും ഒന്ന് കഴുകി എടുക്കട്ടെ. അതിപ്പോൾ മീനും പിന്നെ അതുപോലെ തന്നെ അരിയും ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ അരിയൊക്കെ കഴുകി അരക്കാണ് കേട്ടോ. അരച്ചിതാ നമ്മൾ അപ്പം ചുടലെടുത്ത് മീൻ നന്നാക്കി അത് മീൻ കറിക്കുള്ളത് ഞാനിതട്ടോ അവിടെ നമ്മളെ മസാലയൊക്കെ ഇട്ട് പുളിയൊക്കെ ഒഴിച്ച് തിളക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്കിന്ന് മീൻ കറി എന്ന് പറഞ്ഞാൽ ഞാൻ മീൻ തല ഇട്ടിട്ടുള്ളത് ഉടലിട്ടിട്ടില്ല. ഉടൽ നമ്മൾ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണം. മീനിൻ്റെ തല മാത്രം എടുത്തിട്ട് നമ്മൾ അപ്പത്തേക്ക് വേണ്ടിയിട്ട് ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ചോറുക്കും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ മീൻ കറിക്കുള്ള മസാലയും ഇതൊക്കെ ഇട്ട് പുളിവെള്ളമൊക്കെ ഇട്ട് നല്ലോണം തിളച്ചിക്കണ്. ഇനി നമുക്ക് അതിലുള്ള 2 മത്തിയും അതുപോലെ തന്നെ അയിലൻ്റെ തലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളി കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ, വെറുതെ നമ്മളൊരു മുളക് കറി ഉണ്ടാക്കില്ല അതുപോലെ കേട്ടോ. അപ്പത്തേക്കും ചപ്പാത്തിക്കൊക്കെ ഇങ്ങനത്തെ ഒരു മുളക് കറി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതെന്തായാലും നമ്മളിന്ന് രാവിലത്തെ അപ്പത്തേക്ക് കറിയും കൂടി ആയി, പിന്നെ ഉച്ചക്കത്തേക്ക് ചോറിനുള്ള കറിയും ആയിട്ടോ. അപ്പോൾ അങ്ങനെ 2 കൂടി കരുതിയിട്ട് അങ്ങനെ മീൻ കറി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അതാ ആ 2 മത്തി ഇട്ട് കൊടുത്തേക്കണു. പിന്നെ നമ്മൾ അയിലമെന്ന് മുറിച്ച അയിലൻ്റെ തലയും ഒക്കെ ഇട്ട് കൊടുക്കണു. അപ്പോൾ പൊരിച്ച് കഴിഞ്ഞാൽ തല കൊടുക്കണം, പൊരിച്ച് കഴിഞ്ഞാൽ പൊരിച്ചാലും തലയൊന്നും ആരും കഴിക്കൂല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മീൻ കറി എന്നൊരു പേരിന് മീനുമായി അതിക്കൊരു ചൂരും മണത്തിനൊക്കെ വേണ്ടിയിട്ട് തല അങ്ങോട്ട് ഇട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും മീനൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് സെറ്റായി വരട്ടെ. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമ്മൾ അപ്പം ചുള്ളിലൊക്കെ അങ്ങോട്ട് തീർക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തറവാട് വരെയൊക്കെ ഒന്ന് പോകാണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വേഗം മീനൊക്കെ നേരത്തെ കിട്ടിയതുകൊണ്ട് വേഗം നന്നാക്കി മീൻ കറി പൊരിക്കാനുള്ള മസാലയൊക്കെ തേക്കണം. അപ്പോൾ അതാ നമ്മൾ മീൻ മസാല തേച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ തല മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള കണ്ടില്ലേ. ഇനി ഇതൊന്ന് 2 പീസാക്കി എടുക്കണം. ഇത് ഫുള്ളായിട്ട് അങ്ങനെ ഞാൻ പൊരിക്കൂല കേട്ടോ, എനിക്കിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ചെറിയ പീസാക്കി പൊരിക്കണം. അപ്പോൾ അതിൽ എരിയും പുളിയൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് ചെല്ലുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ മീനൊക്കെ നല്ലോണം ഒന്ന് എല്ലാതും ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അയില നല്ല നെയ്യുള്ള അയില കേട്ടോ. മത്തിയും കുഴപ്പമില്ല ഉണ്ടായിരുന്നില്ല, കുറേ ആയിട്ടോ മത്തി വാങ്ങിയിട്ട്. ഇപ്പോൾ മത്തി കിട്ടാനില്ല, ഒരു നല്ല വിലയാണ് അത്ര, നല്ല റേറ്റ് മത്തിക്ക്. കിലോന് ഇത്ര 200 രൂപ എത്രയാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ മത്തി പിന്നെ 1/2 കിലോ വാങ്ങിയാലൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അപ്പം ചുടൽ കഴിഞ്ഞ് മീൻ കറി ഒക്കെ റെഡിയായി. അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തറവാട്ടിലേക്കൊന്ന് വന്നതാട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്തതല്ലേ, കിണറ്റത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്തായി നോക്കാം. അതുപോലെ നമ്മളെ ചെടികളൊക്കെ ആകെ വാടി കരിഞ്ഞ് നിന്നതല്ലേ. അപ്പം ഒരുപാടൊന്നും കരിഞ്ഞിരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ പോയി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിരുന്നു. അവിടെയുള്ള കിണറ്റിലുള്ള വെള്ളം അടിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇത് റംബൂട്ടാൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിരുന്നു, ഇപ്പോൾ നല്ല വലുതായിക്കണു. അതുപോലെ മൂച്ചി തൈ ഉണ്ട്. പിന്നെ ഇതാ കറിവേപ്പിലൊക്കെ ആകെ മഞ്ഞ ഇലയിട്ടൊക്കെ നിന്നിരുന്നു കേട്ടോ, കുറേ കൊഴിഞ്ഞു പോയിക്കണു. അപ്പോൾ ഇപ്പോൾ ഇതാ പുതിയ ഇലയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ ഇവിടെ കിണറിൽ വെള്ളമായോ നോക്കിയപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ കഴിക്കണം കേട്ടോ കിണറ്റിൽ. പിന്നെ നമ്മളിവിടെ ഈ സൈഡിൽ ഞാൻ 2 കറ്റാർ വാഴ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ 2 ഇല മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു തരുമ്പോൾ അടിയൊക്കെ അങ്ങനെ ഉണങ്ങിയതൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് തന്നതാട്ടോ. അപ്പോൾ അതൊക്കെ നല്ല കറ്റാർ വാഴയൊക്കെ അത് നല്ല ഉഷാറായിരിക്കണം കേട്ടോ. പിന്നെ ഇത് കുറച്ച് മണ്ണ് വലിയ ഒരു പാത്രത്തേക്ക് മാറ്റണം. ഇതിപ്പോൾ വേനലിൽ നമ്മളമ്മ പക്ഷികൾക്കൊക്കെ കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചതാണ് കേട്ടോ പാത്രത്തിൽ. അപ്പോൾ അതും അവിടെ ഉണ്ട്. അപ്പോൾ അതാ കിണറ്റിലും വെള്ളം അയക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് അങ്ങോട്ട് ക്ലിയർ ആയില്ല കേട്ടോ, വെള്ളം കണ്ടില്ല, പക്ഷെ വെള്ളം അയക്കണം കേട്ടോ സുഹൃത്തുക്കളെ.
അപ്പോൾ അതാ നമ്മുടെ മുന്നിൽ ഇപ്പോൾ പുതിയ പോസ്റ്റൊക്കെ വന്നിക്കണം കേട്ടോ. പോസ്റ്റും ട്രാൻസ്ഫോമറും അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വോൾട്ടേജിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നമുക്കൊന്നും. അപ്പോൾ നമ്മുടെ കാക്ക ഇങ്ങനെ പറയണത് നമുക്ക് കറണ്ട് വലിക്കുമ്പോൾ ആ സൈഡിൽ നിന്ന് വലിക്കാൻ എളുപ്പമായി, പോസ്റ്റ് അവിടെ തന്നെ വന്നതുകൊണ്ട്. പിന്നെ അതാ നമ്മളെ വാർപ്പിൻ്റെ മേലെ ഞാൻ ഡ്രമ്മിൽ നമ്മൾ ചിക്കുവിൻ്റെ തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ബഡ്ഡിങ് തൈ ആണ് കേട്ടോ അത്. അപ്പോൾ ഡ്രമ്മിലാക്കി അങ്ങനെ വെച്ചതാണ്. അങ്ങനെ അവിടെയൊക്കെ അതൊക്കെ പരിപാടികളൊക്കെ കണ്ട് കഴിഞ്ഞ് പോന്നു. നമ്മളിതാ ചോറ് വെച്ചു, പിന്നെ മീൻ പൊരിക്കാണ്ട്. അപ്പോൾ ഞാനിത് വേഗം വേഗം അരിയാവുകൊണ്ട് കുക്കറിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ നമ്മൾ ഈ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ തിളപ്പിച്ച് വേവിക്കണത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടണ അരിയാണ് കേട്ടോ. അപ്പോൾ അത് ചോറും ആയി. അപ്പോൾ നമ്മളെ മീനും ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതാ കുക്കറിൽ ഞാനന്ന് ചോറ് വെച്ചപ്പോൾ പിന്നെ അതാകെ കുഴഞ്ഞ് ഇതായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും കുക്കറിൽ ചോറ് വെക്കണതാവും എൻ്റെ വീഡിയോയിൽ ഇന്നല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയല്ല തിളപ്പിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ മീനും പൊരിച്ചെടുക്കട്ടെ. ഇനിയിപ്പോൾ പണിയെന്ന് പറഞ്ഞാൽ അലക്കണം, തുടക്കലും കുളിയും അതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ പൊരിച്ചെടുത്തിട്ട് അങ്ങനെ നമ്മൾ പണികളൊക്കെ ഒരുങ്ങി ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നതാ ഞങ്ങൾ വെറുതെ ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ കാക്കുവിന് ഇങ്ങോട്ടേക്ക് പോവാണ്ട് കേട്ടോ. ഓരോ കമ്പനികളൊത്തിട്ട് എന്നും ആഴ്ചയിലാകെ ഒരു ദിവസം എല്ലാവർക്കും ലീവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ദിവസമൊക്കെ ഇങ്ങനെ പണിക്ക് പോകുമല്ലേ. അപ്പോൾ ഞായറാഴ്ച എങ്ങോട്ടേലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പോൾ തുണക്കാരൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്ന് എവിടേക്ക് എന്തൊക്കെ ചോദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതാ നമ്മളെ കമ്പനിക്കാർ പുറത്തുണ്ട് കേട്ടോ. നമുക്ക് ഞായറാഴ്ചത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വരിക, പാടത്തേക്ക് പോവുക, അതൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മഴയൊക്കെ പെയ്തപ്പോൾ മുന്നത്തെ പറമ്പും കാര്യങ്ങളൊക്കെ കാണാൻ നല്ലൊരു പച്ചപ്പുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേനലിൽ ഈ റോട്ടിലൊക്കെ ആകെ പൊടി പാറിയുകൊണ്ടേയിരുന്നു. അപ്പോൾ മഴ ചെയ്തപ്പോൾ നല്ലൊരു പൊടിയൊക്കെ അങ്ങോട്ട് അമർന്നിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം നമ്മളെ മക്കളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നിട്ടോ. അതാണ്ടിലൊക്കെ ചളിയിലും വെള്ളത്തിലൊക്കെയാണ്. അപ്പോൾ അത് നമ്മളെ കാക്ക പോയി. അങ്ങനെ ഞാനും പിന്നെ കുട്ടികളും എല്ലാവരും കൂടി പാടം ഒന്ന് കാണാൻ വന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഉണങ്ങി ആകെ ഒരു പച്ചപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതാ ഒരാൾ സൈക്കിളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നിക്കണത്. ഓർക്ക് ഇങ്ങനെ പാടത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ വിക്രസ് കാട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നല്ല പച്ചപ്പൊക്കെ കഴിക്കണ് പാടത്ത്. ഇതിപ്പോൾ ഒരു കുളമാണ് കേട്ടോ. ഇതിൽ വെള്ളമാവണമെങ്കിൽ നല്ല മഴ വന്ന് ഒലിവ് ഒക്കെ ഉണ്ടാവണം. അവിടെയൊക്കെ ആകെ കാട് മൂടി കിടക്കുക കേട്ടോ. വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിലും ഒന്നും അറിയില്ല. അപ്പോൾ ഇതാ നമ്മളൊരാളും കൂടി ഇതാ തിരഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടോ. അപ്പോൾ ഇനി രണ്ടാളുണ്ട് അവിടെ, അവരൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ പോകുന്നത്. ഒരു ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ഇത് ഞങ്ങളെ നാട്ടിലത്തെ ഒരു തെക്കമ്മലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറം ഭാഗമൊക്കെ പൊളിച്ച് പകുതി ആയിക്കണം കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഇതിന് മുന്നേ നല്ല കേസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ പൊളിക്കലൊന്നും നിർത്തിയിട്ടില്ല. ഇപ്പോഴും കോറി തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതൊന്നും ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ, കേസും അതിനൊന്നും പോയിട്ടൊന്നും. അങ്ങനെ നമ്മളിത് പാടത്തു നിന്നൊക്കെ വന്ന് വൈകുന്നേരം ആയപ്പോൾ മക്കളുണ്ട് ഓടി വരുന്നു. മക്കളെ പാമ്പ് പാമ്പ് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ വലിയ പാമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വരെ എവിടുന്ന് ഇപ്പോൾ ഈ പാമ്പിനെ കണ്ടിക്കണം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കോട്ടേഴ്സത്തെ എല്ലാവരും ഉണ്ട് കേട്ടോ. തൊട്ട റൂമത്തെ ചേച്ചിയും അപ്പുറത്തെ താത്താരും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതാട്ടോ ഇവിടെ കുടിവെള്ളം എടുക്കാൻ പോയ വഴിക്കാണ് കേട്ടോ. അവിടെ അവരൊരു എന്തോ ഒരു വാഴ വെച്ചിട്ട് അതിൻ്റെ ചുറ്റോറ് എന്തോ വിത്തൊക്കെ ഇട്ടിക്കണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പറിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വല ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ആ വലയിൽ കുടുങ്ങിക്കണം കേട്ടോ. അപ്പോൾ വലിയ പാമ്പ് എന്ന് പറഞ്ഞാൽ ചേരയാണ് കേട്ടോ. എന്നാലും കുട്ടികൾ കാണുമ്പോൾ എന്തായാലും പേടിക്കും. ഇത്രയും വലുത് നമുക്ക് തന്നെ പേടിയാണ്. ലാസ്റ്റ് അത് പാവത്ത് തല കുടുങ്ങിക്കാണ് കേട്ടോ. ആകെ കുടുങ്ങി ചിറ്റി മറിഞ്ഞിക്കാണ് വല. അപ്പോൾ കുറേ അപ്പുറത്ത് നമ്മളെ മുന്നത്തെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. അവരാണ് വന്നൊക്കെ ശരിയാക്കണം കേട്ടോ. അപ്പോൾ ഒരു കത്തിയൊക്കെ കൊടുന്ന് ആ വലയൊക്കെ അറുത്ത് ലാസ്റ്റ് പാവം അതിനെ രക്ഷിച്ചു കേട്ടോ. രക്ഷിച്ചത് പോയി, കൊന്നതൊന്നുമില്ല കേട്ടോ. പാവല്ലേ, നമ്മൾ ഒരു ജീവനല്ലേ. കാണുമ്പോൾ ചിലവരൊക്കെ കൊല്ലും കേട്ടോ. പക്ഷെ ഞങ്ങൾ കൊല്ലണ്ട പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് വിട്ട് അത് പൊയ്ക്കോളും അതിൻ്റെ പാട്ടിനാണ്. ചേരയാകുമ്പോൾ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതാ തല കുടുങ്ങിക്കണം കേട്ടോ. ഉടലൊക്കെ ഇങ്ങനെ കിട്ടി. പിന്നെ ഇനിയിപ്പോൾ തലമ്മത്തെ അങ്ങോട്ട് എടുത്തിടണം. അതിനെ പാമ്പന്നെ പാവം ആകെ ക്ഷീണിച്ചിക്കണം കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ പടഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇതാ ഇപ്പുറം ആക്കിക്കണം. ലാസ്റ്റ് നമ്മൾ തോട്ടിയിലൊക്കെ ഞാനായിട്ട് ചവിട്ടി പിടിച്ച് കൊടുത്തു വന്നിട്ട് അപ്പത്തിന് ഇങ്ങനെ ആ കത്തി കൊണ്ടൊക്കെ വലയൊക്കെ അറുത്ത് അതിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഓക്കെ ബൈ.